ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും എല്ലാം ദൈവസന്നിധിയിൽ തുറന്നു പറയുന്ന ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കണം. 55 സങ്കീർത്തനത്തിൻ്റെ 17 വാക്യത്തിൽ ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച ദൈവസന്നിധിയിൽ കരയും, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. എങ്ങനെയാണ് പ്രിയമുള്ളവരെ സങ്കടം ബോധിപ്പിക്കുന്നത്? ആ പദമൊന്ന് ശ്രദ്ധിച്ചേ. സങ്കടം ബോധിപ്പിക്കുന്നത്. വൈകുന്നേരവും ഉച്ചയ്ക്കും കാലത്തും ഞാൻ കരയും, ദൈവത്തോട് എൻ്റെ സങ്കടം ഞാൻ ബോധിപ്പിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. നമ്മുടെ ആത്മീയ ജീവിതം ഏറ്റവും വിജയകരമായിട്ട് മാറണമെങ്കിൽ, മടുപ്പില്ലാത്തതായി സന്തോഷകരമായി മാറണമെങ്കിൽ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കണം. 55 സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലമൊക്കെ ഞാൻ വിവരിക്കാം. പക്ഷേ ഞാൻ ഈ സങ്കീർത്തനം വായിച്ച ദൈവസന്നിധിയിൽ അല്പസമയങ്ങൾ ഇരുന്നപ്പോൾ ദൈവത്തോട് സംസാരിക്കുന്നതിനെക്കുറിച്ച് പറയാൻ എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണയുണ്ടായി. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുന്നു. ദൈവം നമ്മളോട് സംസാരിക്കുമോ? എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്? ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ദൈവം സംസാരിക്കുന്നയാളാണെന്ന് കേൾക്കുന്നത്. അന്ന് എൻ്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വേദനകൾ, ജീവിതത്തിലെ സങ്കടങ്ങൾ, കഷ്ടതകൾ, ഒത്തിരി ചോദ്യങ്ങൾ. അന്ന് ഞാനത് കേട്ട ആ രാത്രിയിൽ ഞാൻ ദൈവത്തോട് ഹൃദയം തുറന്ന് ഞാൻ സംസാരിച്ചു. അന്ന് തുടങ്ങിയ ശീലം ഇന്നും നിർത്തിയിട്ടില്ല. അതിനുശേഷമാണ് സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് തുടങ്ങിയത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തോടൊരു നല്ല ബന്ധം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. നമ്മളെ ദൈവം സൃഷ്ടിച്ചത് തന്നെ ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്ന നിലയിലാണ്. അതുകൊണ്ടാണ് ഈ മറ്റുള്ള ഈ ഇഴജാതികളിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തൻ്റെ ജീവശ്വാസം നമ്മുടെ മൂക്കിലൂതി ജീവനുള്ള ദേഹിയായി മാറി. ദേഹം, ദേഹി, ആത്മാവോടുകൂടെ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ആത്മാവാം ദൈവത്തോടു കൂടി നടക്കാനും ദൈവത്തോട് സംസാരിക്കാനും ദൈവം പറയുന്നത് കേൾക്കാനും. അങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് വരിക, അതിന് ഏറ്റവും വലുതൊരു സമർപ്പണമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഈ ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പലരും മെസ്സേജ് അയക്കുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ ആർക്കെങ്കിലും ഇതുവരെയും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു അനുഭവത്തിലേക്ക് വരിക. ഒരപ്പൻ മകൻ ബന്ധത്തിലേക്ക്, ഒരമ്മ മകൾ ബന്ധത്തിലേക്ക്, ദൈവത്തോടുള്ള ആ ഒരു ഹൃദ്യമായ ആ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മൾ വരിക. അതിനായിട്ട് ഹൃദയം വാഞ്ചിക്കുക, ആഗ്രഹിക്കുക, ദൈവത്തോടു കൂടെ സമയം ചെലവഴിക്കുക, സംസാരിക്കുക. ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ലോകത്തിലെ എല്ലാ കാര്യങ്ങളിൽ നിന്നും അകലം പാലിച്ചുകൊണ്ട് സ്നേഹവാനായ ദൈവത്തിൻ്റെ മുഖത്തെ അന്വേഷിക്കുകയും ദൈവസാന്നിധ്യത്തെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുക. 55 സങ്കീർത്തനം ഒരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. അബ്ശാലോമും പ്രാണസ്നേഹിതനായ അഹീത്തോഫേലുമൊക്കെ തനിക്കെതിരെ തിരിഞ്ഞപ്പം രാജ്യത്വം ഒക്കെ ഏകദേശം നഷ്ടപ്പെട്ടു എന്ന് പറയാം. വല്ലാത്ത സങ്കടത്തിലായി. അങ്ങനെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ മുഴുവനും ആ സങ്കടങ്ങളും വേദനകളുമാണ്. പല സമയങ്ങളിലും ആ വേദനയിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മളെപ്പോലെ പ്രാവിനുള്ളതുപോലെ എനിക്ക് ഒരു ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയേനെ. ഒളിച്ചോട്ടമാണ് ഇല്ലേ? ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. നമ്മളും പല സമയങ്ങളിൽ ഒന്ന് ചിന്തിക്കും, എവിടെയെങ്കിലും ഒന്ന് പോയി ഇതെല്ലാം വിട്ടിട്ട് ഒന്ന് ഓടിപ്പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എത്ര നല്ലതായിരുന്നു എന്ന് ചിന്തിക്കും. പക്ഷേ നമ്മൾ ഒളിച്ചോടിപ്പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഏത് വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ, സങ്കടപ്പെടുന്നുണ്ടോ, ആ വിഷയങ്ങൾ ദൈവത്തിൻ്റെ കരത്തിൽ കൊടുത്ത് ദൈവം പറയുന്നത് അനുസരിക്കാൻ തയ്യാറാകുക. വചനത്തിലൂടെ ദൈവത്തെ അന്വേഷിക്കുക. ക്ഷമയോടെ ദൈവം മുമ്പിൽ മുമ്പോട്ട് പോകുമ്പം ആ കർത്താവുമായിട്ടുള്ള നമ്മുടെ ആ ഒരു ഹൃദ്യമായ ബന്ധം ശക്തമായി വരുന്നതായിട്ട് മനസ്സിലായി. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നുമല്ല. ദൂരെ ദൈവം നിൽക്കുന്നു, നമ്മളിവിടെ മാറി എന്തൊക്കെയോ ദൈവത്തിന് കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെയല്ല. നമുക്ക് ഒരു ഹൃദ്യമായൊരു ബന്ധം നമുക്ക് ദൈവത്തോട് സാധ്യമാണ്.
അപ്പം ഈ സങ്കീർത്തനം സങ്കടം ഞാൻ ബോധിപ്പിച്ച് കരയുമെന്ന്. എപ്പോൾ കരയും? വൈകുന്നേരം കരയും, രാവിലെ കരയും, ഉച്ചയ്ക്ക് കരയും. എന്തിനാ ദാവീദേ, ദൈവഭക്തനെ ഇത്രയും കരച്ചിലിൻ്റെ ആവശ്യം ഉണ്ടോ? ഈ സ്നേഹം കുടുംബം ചിലപ്പം സങ്കടം വരുന്നത് പോലെ നമ്മൾ ചിലപ്പോൾ ദൈവസന്നിധിയിൽ കുറേ സമയങ്ങൾ ചിലവഴിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ദൈവസ്നേഹത്താൽ നമ്മുടെ ഹൃദയം ദൈവത്തിന് സ്തോത്രം നിറയപ്പെടും. അദ്ദേഹം പറയുകയാണ്, സങ്കടം ബോധിപ്പിച്ച് ഞാൻ കരയും, കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും. പ്രാർത്ഥന കേൾക്കും, കേട്ടെന്നല്ല കേൾക്കും, പ്രത്യാശയാണ്. കേട്ടു. ഈ സങ്കീർത്തനത്തിൽ തന്നെ കേട്ടതായിട്ട് ഉണ്ട്. നോക്കിക്കേ, ഇദ്ദേഹം കടന്നു പോകുന്ന സങ്കടങ്ങളും വേദനകളും വളരെ പെട്ടെന്ന് ഒന്ന് പറയാനായിട്ട് പോവുകയാണ്. അതിൻ്റെ അകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതൊരു ദീർഘമായ സങ്കീർത്തനമാണ്. 23 വാക്യങ്ങളാണ് ഈ സങ്കീർത്തനത്തിലുള്ളത്, 23 വാക്യങ്ങൾ. അപ്പം ഇതിൽ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എൻ്റെ പ്രാണസ്നേഹിതനായിരുന്നു, എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എനിക്ക് നേരെ വമ്പു പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല. അബ്ശാലോമിനെക്കുറിച്ചും പ്രത്യേകിച്ച് അഹിത്തോഫേലിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. കൂടെ ഒന്നിച്ച് നടന്നവർ, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചവർ, ഒന്നിച്ച് ആരാധിച്ചവർ, ഒന്നിച്ച് ജീവിച്ചവർ. ഇത് സത്യത്തിലൊരു പ്രവചന സങ്കീർത്തനമാണ്. ഇത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഏറ്റവും കൂടുതൽ ഈ സങ്കീർത്തനം ചേർന്ന് നിൽക്കുന്നത് ഈസ്കരിയോത്ത യൂദായോടാണ്, ഇല്ലേ? ആ പ്രാണസ്നേഹിതൻ, അപ്പം തിന്നവൻ, കൂടെ നടന്നവൻ, ഒറ്റിക്കൊടുത്തു. ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. അടുത്തത് താൻ പറയുന്നൊരു കാര്യമുണ്ട്, പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത നിലയിൽ ദൈവത്തിന് സ്തോത്രം ദുഷ്ടത അതിൻ്റെ നടുവിലുണ്ട്. അടുത്തത് ചതിയും നീതികേടും കഷ്ടവും അതിൻ്റെ അകത്തുണ്ട്. ചതിയും വഞ്ചനയും ഉണ്ട്. അടുത്തത് കലഹവും അതിക്രമവും അവിടെ ഉണ്ട്. എനിക്ക് പട്ടണത്തിലേക്ക് കയറാനായിട്ട് കഴിയാതെ വണ്ണം എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും കൂടി എൻ്റെ ഹൃദയത്തിൽ എനിക്ക് മാനസികമായ വേദനകൾ എനിക്കുണ്ടാകുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുതേ, എൻ്റെ സങ്കടത്തിൽ ഞാൻ പൊറുതിയില്ലാതെ ഞരങ്ങുകയാണ്. അപ്പോൾ ഭയങ്കരമായ ഞരക്കത്തിലും ഭയങ്കരമായ വേദനയിലേക്കും ദാവീദ് അകപ്പെട്ടുപോയി. നമ്മുടെ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിലും നമ്മൾ ഇങ്ങനെയൊക്കെ ആയി തീരാൻ സാധ്യതകളുണ്ട്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ഒളിച്ചോടാൻ പറ്റുമായിരുന്നു, ഞാൻ ഒളിച്ചോടിപ്പോയനെയായിരുന്നു. ചിലരങ്ങനെ പറയുമല്ലോ, എനിക്ക് നാട് വിട്ടു പോകണമെന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം, എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. ഒളിച്ചോടിപ്പോയവരുണ്ട്, ഓടിച്ചു കളഞ്ഞവരുണ്ട്. മോശയെ ഓടിച്ചു കളഞ്ഞെന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു ഭവനത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോൾ അവരുമായിട്ട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അവർ ഈ ദൈവവചന സന്ദേശം കേൾക്കുന്നുണ്ടാകും. ദൈവാത്മാവ് അവരോട് സംസാരിച്ചു, നിങ്ങളെ ഓടിച്ചു കളഞ്ഞയിടത്ത് നിങ്ങളെ ഓടിച്ചു കളഞ്ഞു, നിങ്ങൾക്ക് അവകാശം നൽകാതെ. അന്നേരം ആ കുടുംബം വളരെ വേദനയോടെ പറയുകയാണ്, ലഭിക്കേണ്ടുന്ന അവകാശങ്ങളൊന്നും അവർക്ക് ലഭിക്കാതെ കുറേ വർഷങ്ങൾ അവർ പ്രതീക്ഷയോടെ അവരൊരു വീട്ടിൽ താമസിച്ചു. താമസിച്ചിടത്ത് അവരുടെ വീടാണെന്ന് പറഞ്ഞാണ് അവർ താമസിച്ചത്, നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞ് അവരവിടെ താമസിച്ചു. പക്ഷേ ഈ താമസിപ്പിച്ചവർ രക്തബന്ധങ്ങൾ അവരുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞപ്പം ഇവരെ ഓടിച്ചു കളഞ്ഞു. എനിക്ക് ആ കുടുംബത്തെ അറിയത്തില്ല, പക്ഷേ കർത്താവിന് എത്ര വ്യക്തമായിട്ട് ഇതെല്ലാം അറിയാം. പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളെയും അറിയും. ഈ ദൈവാലോചന അവരോട് പറഞ്ഞപ്പോൾ ആ കുടുംബം ദൈവസന്നിധിയിലിരുന്ന് കരയാനായിട്ട് തുടങ്ങി. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ഓടിപ്പോകണമെന്ന് ആഗ്രഹിക്കും, ചിലപ്പോൾ നമ്മളെ ഓടിച്ച് കളയും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ വരുമ്പോൾ ആരോട് എൻ്റെ സങ്കടമെന്ന് പറയാൻ പറ്റും? അതാ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞത്, ദൈവത്തെ ബോധിപ്പിക്കുക. ദൈവത്തെ ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്നതാ അതിൻ്റെ അർത്ഥം? ദൈവത്തിന് അറിയാത്തതാണോ? ത്രികാലജ്ഞാനിയായ ദൈവത്തിന് എല്ലാം അറിയില്ലേ? അറിയാം. പക്ഷെ നമ്മളും ദൈവവും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് മനസ്സ് തുറന്ന്
നമ്മുടെ ഭാരം ദൈവസന്നിധി ഇറക്കി വെക്കുക. അത് തന്നെ ഈ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. 22-ാമത്തെ വാക്യമാണ്. അവൻ നിന്നെ പുലർത്തും. നിന്റെ ഭാരം എടുത്ത് കളയുമെന്നല്ല, ഹി വിൽ സസ്റ്റെയിൻ യു. ഭാരം വെച്ചാൽ ഭാരം എടുത്തു മാറ്റുമെന്നല്ല പറഞ്ഞേ, ഈ ഭാരം കൊണ്ട് പോകാനുള്ള കൃപ നിനക്ക് തരും. എന്നാൽ ആ ഭാരം നമുക്ക് ദോഷമാകാതെ നമ്മളെ ദൈവത്തിന് സ്തോത്രം നിലനിർത്തിക്കൊണ്ട് പോവുകയും ചെയ്യും. ഹല്ലേലൂയ. നീതിമാൻ കുലുങ്ങി പോകാൻ അവിടുന്ന് ഒരു നാളും സമ്മതിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഈ ദൈവത്തെ ബോധിപ്പിക്കുക. എന്താണ് ഈ ബോധിപ്പിക്കുക? ഈ കോടതിയുടെ മുമ്പാകെയൊക്കെ ബോധിപ്പിക്കുന്നത് പോലെ ദൈവം മുമ്പിൽ ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തുറന്നു പറച്ചിലാണ്, വെറുതെയുള്ള ഒരു പ്രാർത്ഥനയല്ല ഇത്. കർത്താവ് ഇന്ന കാര്യത്തിൽ മറുപടി തരണമെന്ന് 1-2 മിനിറ്റുകൾ കൊണ്ട് തീരുന്നതുമല്ല. ആ പ്രാർത്ഥന സമയമെടുക്കും. ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ പ്രാർത്ഥിക്കുക. നോക്കിയേ, വൈകുന്നേരം, കാലത്ത്, ഉച്ചയ്ക്ക്. ആ പ്രാർത്ഥനയിൽ ഒരു ചിട്ടയുണ്ട്, നിരന്തരമാണ്. പ്രധാനപ്പെട്ട സമയങ്ങളിലാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവസന്നിധിയിൽ ഗൗരവമായിട്ടിരുന്ന് ദൈവം മുമ്പാകെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു പ്രാർത്ഥന, അങ്ങനെ ഒരു ദൈവസന്നിധിയിൽ ചില സമയങ്ങളിൽ കുറച്ച് സമയം നമുക്ക് ദൈവസന്നിധി ചിലവാക്കേണ്ടതായിട്ട് വരും. ധൃതി പാടില്ല, വേഗത പാടില്ല. പെട്ടെന്ന് പോയി കാര്യം സാധിപ്പിച്ച് വരുന്ന ആ ഒരു ലാഘവത്തോടെ പ്രാർത്ഥിക്കാനും പാടില്ല. സമയമെടുത്ത്. ഇതിനൊക്കെ ഏറ്റവും നല്ല സമയങ്ങൾ ഉപവാസത്തിൻ്റെ സമയങ്ങളാണ്. ചിലർ ചോദിക്കും, എത്ര ദിവസം ഉപവസിക്കണം? എത്ര ദിവസം വേണേലും എടുത്തു. അത് ഉച്ചവരെയാകാം, ഒരു നേരമാകാം. പക്ഷേ വേറെ കാര്യങ്ങളെല്ലാം വിട്ടുകളഞ്ഞിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ 100% നമ്മൾ ദൈവം മുമ്പിൽ ഇരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു തുറന്നു പറച്ചിൽ. എനിക്കതിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരത്തില്ല. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിലെ ആ ഒരു തുറന്നു പറച്ചിലിൻ്റെ ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത് എന്താണെന്നറിയാവോ? ദൈവിക സമാധാനമാണ്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും എന്നാണ് ബൈബിൾ പറയുന്നത്. അത് ശീലിച്ചിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ, ഈ വചനം കേൾക്കുമ്പോൾ മുതൽ തുടങ്ങുക. നമ്മൾ വെറുതെ ഒരു മേശപ്പുറത്തോട്ട് കൊണ്ടുപോയി കുറേ ഫയലുകൾ കൊണ്ടുവന്ന് വെക്കുക. ദൈവമേ, ഇതിൻ്റെ അകത്ത് എൻ്റെ വിഷയങ്ങളെല്ലാം ഉണ്ട്, 1 2 3 എല്ലാം ഒന്ന് ഒപ്പിട്ട് തരണേ, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്കിതെല്ലാം ഒന്ന് പാസ്സാക്കി തരണം. ഈ ബില്ലുകളൊക്കെ പാസ്സാക്കുന്നത് പോലെ അതാണോ പ്രാർത്ഥന? അല്ല. നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിപ്പിക്കാനായിട്ട് മാത്രമാണോ നമ്മൾ ദൈവം മുമ്പിലേക്ക് പോകേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഈ കാര്യസാധ്യത്തിന് മാത്രം നമ്മുടെ അടുത്ത് വരുന്നവരെ നമുക്കിഷ്ടപ്പെടുമോ? അല്ലെങ്കിൽ നമ്മൾ അവരോട് തുറന്ന് സംസാരിക്കുമോ? അല്ല. ഈ അപ്പൻ മകൻ ബന്ധം കാര്യസാധ്യത്തിനാണോ? ഒരിക്കലുമല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ നെഞ്ചോട് ചേർന്നിരിക്കുമ്പം അവർക്ക് ആഹാരം കിട്ടാനും അവർക്ക് പെൻസിൽ മേടിക്കാനുള്ള പൈസ കിട്ടാനൊന്നുമല്ല അവർ നമ്മളെ സ്നേഹിക്കുന്നത്. അപ്പനും മക്കളും ആയതുകൊണ്ട് അവർ സ്നേഹിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സ്നേഹം കർത്താവുമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ കാണാത്ത ഒരാളെ, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരാളെ നമ്മൾ സ്നേഹിക്കുക. എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? വിശ്വാസത്തോടെ ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും എല്ലാം ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. അവിടെ ആ ഓരോ ഓർഡർ വൈകുന്നേരവും കാലത്തും ഉച്ചയ്ക്കും അങ്ങനെയാണ്. ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കും. പ്രാർത്ഥന ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഉറപ്പായിട്ട് പ്രിയപ്പെട്ടവരെ ആ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ദൈവസന്നിധിയിൽ നിന്ന് വരും. അല്ല, ആത്മാർത്ഥതയുണ്ട്, മറുപടിക്കുള്ള ടൈമായിട്ടില്ലെങ്കിൽ അവിടുത്തെ കൃപ നമ്മുടെ മേൽ പകരും. ഇല്ല, ദൈവം നമ്മളോട് തൻ്റെ ആലോചനകൾ നമ്മളോട് അറിയിക്കും. അടുത്തത് 18-ാമത്തെ വാക്യമാണ്. എന്നോട് കയർത്തു നിന്നവർ അനേകരായിരിക്കെ ആരും എന്നോട് അടുക്കാതെ വണ്ണം എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. കണ്ടോ, അത് ദാവീദ് പറയുകയാ, എന്നോട് ഒരുപാട് പേര് കയർത്തു,
ഒത്തിരി പേര് എന്നോട് എതിർത്തു. പക്ഷേ എന്നെ വീണ്ടെടുത്ത് എന്നെ അവിടുന്ന് സമാധാനത്തിലാക്കി തീർത്തു. ദൈവിക സമാധാനം. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവരാജ്യമെന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവും സന്തോഷവും. അടുത്തത് മറ്റൊരു വാക്യമെന്ന് പറയുന്നത് ആത്മാവിൻ്റെ ചിന്ത, ജീവനും സമാധാനവും. ദൈവിക സമാധാനം. എന്താ ഈ ദൈവിക സമാധാനം? അത് പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നല്ല, ദൈവം നമ്മുടെ ഉള്ളിൽ തരുന്നതാണ്. ആ സമാധാനം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ തരട്ടെ. എല്ലാ കലക്കങ്ങളും, എല്ലാ വേദനകളും, എല്ലാ ആകുലതകളും സ്വർഗത്തിലെ ദൈവം എടുത്ത് കളയട്ടെ. ആ ദൈവരാജ്യത്തിൻ്റെ അകത്തുനിന്ന് ലഭിക്കുന്ന ആ സമ്പൂർണമായ സമാധാനം. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയുള്ള ഒരു സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്ന് നമ്മുടെ കർത്താവ് ആമേൻ നമ്മളോട് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സമാധാനം അനുഭവിപ്പാൻ കർത്താവ് നിങ്ങൾക്ക് ഏവർക്കും കൃപ നൽകി തരട്ടെ. അടുത്തത് 19, 20 ഒക്കെയുള്ള വാക്യങ്ങളിൽ അവർക്ക് മാനസാന്തരമില്ല, അവർ ദൈവത്തെ ഭയപ്പെടുന്നില്ല. അടുത്ത വാക്യങ്ങൾ അവരുടെ വായ വെണ്ണ പോലെ മൃദു, ഹൃദയത്തിൽ യുദ്ധമാണ്, എങ്കിലും അവ ഊരിയ വാളുകൾ ആയിരുന്നു. മൃദുവായി സംസാരിക്കുന്നു, പക്ഷേ ഊരിയ വാളുകൾ ആയിരുന്നു. അപ്പം ഇതെല്ലാം ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് എന്താണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞു. അബ്ശാലോമും അഹിത്തോഫേലും, ഇവർ രണ്ടുപേരിലൂടെയും ദാവീദിനുണ്ടായ പ്രതിസന്ധിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വളരെ സങ്കടപ്പെട്ടപ്പോൾ എഴുതിയ സങ്കീർത്തനമാണെന്നാണ് ഈ 55 സങ്കീർത്തനത്തെക്കുറിച്ച് പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ എന്നാ പറ്റിയത്? ദൈവത്തിന് സ്തോത്രം, കയറിൽ ജീവിതം അവസാനിക്കേണ്ടി വന്നില്ലേ? യേശുവിനെ ഉറ്റിക്കൊടുത്ത ഈസ്കറിയോത്ത യൂദായുടെ ജീവിതം അതും കയറിൽ തീരേണ്ടതായിട്ട് വന്നില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അനീതിയോടെ ദുഷ്ടലാക്കോടെ മറ്റുള്ളവർക്ക് നാശം ചെയ്യുവാനായി, മറ്റുള്ളവരുടെ വഴികൾ അടയ്ക്കാനായി ഒക്കെ പ്രവർത്തിക്കുന്ന പ്രവർത്തികളുടെ ഒടുവിൽ സങ്കീർത്തനം പറയുകയാണ്, ദൈവമേ നീ അവരെ നാശത്തിൻ്റെ കുഴിയിലേക്ക് ഇറക്കും. രക്തപ്രിയവും വഞ്ചനയുമുള്ളവർ ആയുസിൻ്റെ പകുതിയോളം ജീവിക്കത്തില്ല. അവരെ ഇടയ്ക്ക് വെച്ച് അവർ ഇല്ലാതായിപ്പോകും. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, നമുക്ക് ഒരുത്തനൊരു വഴി തുറന്നു കൊടുക്കാൻ പറ്റത്തില്ല. പറ്റുമോ? പറ്റില്ല. പക്ഷെ നമുക്കൊരാളുടെ വഴി അടയ്ക്കാൻ പറ്റും. പക്ഷെ ആരെങ്കിലും വഴി അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമുക്കൊരുത്തന് ഒരു വഴി തുറക്കാൻ പറ്റത്തില്ല. എത്രയോ പേര് ചിലരുടെ സാമ്പത്തിക വഴികൾ അടയ്ക്കുന്നു, അനാവശ്യമായത് പറയും. പക്ഷെ ഇതൊക്കെ വലിയ ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ആരെയും ഉപദ്രവിക്കുവാനും, ഒരുത്തൻ്റെ വഴിയടയ്ക്കാനും, ഒരുത്തൻ്റെ നന്മയടയ്ക്കാനും, ഒരുത്തന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലാതാക്കാനും ഒന്നും നമ്മൾ ഒരിക്കലും ശ്രമിക്കാനായിട്ട് പാടില്ല. അത് പിൽക്കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശാപമായി, ഒരു ദോഷമായി അത് മാറും. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരുത്തൻ്റെ ജോലി ഇല്ലാതാക്കാൻ പറ്റും, പക്ഷെ നമുക്കൊരുത്തനൊരു ജോലി കൊടുക്കാനായിട്ട് പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ലെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇല്ലേ? അപ്പം രക്തപ്രിയവും വഞ്ചനയുമുള്ളവൻ ആയുസിൻ്റെ പകുതിയോളം ജീവിക്കത്തില്ല, ഞാനോ നിന്നിൽ ആശ്രയിക്കും. 22, 23 വാക്യങ്ങൾ കൂടി പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ഈ ഒരു സങ്കീർത്തനം നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. സാധാരണ ഉള്ളതുപോലെ അങ്ങനെ ഡീപ്പായിട്ട് ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലമൊന്നും ഞാൻ പറഞ്ഞില്ല. എനിക്ക് ഒരു ദൈവവചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ഒരു നിയോഗം തരും. ആ ഒരു നിയോഗം അനുസരിച്ചാണ് ഞാൻ ഓരോ ദിവസവും ശുശ്രൂഷിക്കുന്നത്. അത് കൃത്യമായിട്ട് ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ അത് രൂപാന്തരത്തിനും മടങ്ങി. ഒത്തിരി പേര് ഈ നാളുകളിൽ ആരാധനകൾക്ക് പോകാതിരുന്ന പലരും ആരാധനകൾക്ക് പോയി തുടങ്ങി. പരിശുദ്ധാത്മാവ് കർത്താവ് ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുകയാണ്. നമുക്ക് മടങ്ങി വരാനുള്ള സമയമായി. നമ്മൾ കർത്താവിനോട് കൂടെ വസിക്കുവാനുള്ള ദിവസങ്ങൾ അടുത്തു. ലോക സംഭവങ്ങൾ നമ്മളെ അത് വിളിച്ചറിയിക്കുകയാണ്. എത്ര നാൾ ഈ ലോകത്തിൽ നമ്മൾ ഇനി ജീവിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ദൈവത്തോട് സംസാരിക്കാൻ
ഒരു തുറന്ന് സംസാരിക്കാൻ, ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി കുറച്ച് സമയങ്ങൾ ഒന്നും കേട്ടില്ലെങ്കിലും ആത്മാർത്ഥതയോടെ അപ്പാ എന്നോടൊന്ന് സംസാരിക്കണമേ, എന്നോടൊന്ന് ഇടപെടണമേ എന്ന് പറഞ്ഞ് ഇന്ന് സംസാരിക്കാൻ നമ്മൾ തയ്യാറാകുക. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഇതാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ വാക്യം. അവിടുന്ന് നമ്മളെ പുലർത്തും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിനോട് കൂടെ വസിപ്പാനാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കും. സങ്കടം ബോധിപ്പിക്കുക, ആ പദം നമ്മുടെ മനസ്സിലിരിക്കട്ടെ. അതിനെക്കുറിച്ച് ധ്യാനിക്കുക, ആ വചനവുമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുക. വ്യത്യസ്തമായ ചിന്തകൾ ദൈവം തരും. ദൈവം സന്നിധിയിൽ നമ്മൾ സമയം ചെലവഴിക്കും തോറും നമ്മൾ ആരോടുകൂടെ ഇരിക്കുന്നു, നമ്മൾ അവരെ പോലെ ആകുമെന്നാണ് പറയുന്നത്. അപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ അവിടുത്തോട് നമ്മൾ സദൃശന്മാരായിത്തീരുകയാണ്. നമ്മുടെ അഭിഷേകം വർദ്ധിക്കുക, നമ്മുടെ ദൈവകൃപ വർദ്ധിക്കുക. ദൈവത്തിന് സ്തോത്രം. നമ്മളിലുള്ള ആ ഒരു ദൈവ സാന്നിധ്യം അത് വർദ്ധിക്കുകയാണ്. കാരണം നമ്മൾ സമയം ചെലവഴിക്കുന്നില്ലേ. മോശയൊക്കെ 40 ദിവസം പർവ്വതത്തിലിരുന്നിട്ട് ഇറങ്ങി വന്നപ്പോൾ ആ മുഖ തേജസ് കൊണ്ട് ആളുകൾക്ക് മോശയെ നോക്കാൻ കഴിയാത്ത വണ്ണം തൻ്റെ മുഖം മാറി എന്നാണ് നമ്മൾ കാണുന്നത്. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഒരു വാക്ക് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഞങ്ങൾ ഒളിച്ചോടി പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. വേദനകളും സങ്കടങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ പകച്ചു നിൽക്കുന്നവരാണ്. പക്ഷെ നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവിടുന്ന് നിന്നെ പുലർത്തി നീതിമാൻ കുലുങ്ങിപ്പോകാൻ സമ്മതിക്കത്തില്ല. കാലത്തും കർത്താവെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ ഞങ്ങളുടെ സങ്കടങ്ങൾ ദൈവസന്നിധിയിൽ ബോധിപ്പിക്കാൻ കൃപ നൽകണം. ഈ തിരുവചന ശുശ്രൂഷ കർത്താവെ ഈ നാളുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും പരിശുദ്ധാത്മാവ് ഇടപെടണമേ. അവരുടെ ജീവിതത്തിൻ്റെ അകത്തെ സകല പാപത്തിൻ്റെ ശക്തികളെയും ദൈവം ശാസിക്കണമേ. ശക്തമായൊരു ദൈവകൃപയിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തിയിലേക്ക്, ആഴമായൊരു വിശുദ്ധിയിലേക്ക് കർത്താവ് തൻ്റെ ജനത്തെ കൂട്ടിക്കൊണ്ടുവരുത്തണം. ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.